കൊന്നുകളയും ഞാൻ. എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത്. ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട. പോയാൽ അവര് പടിക്ക് പുറത്തായിരിക്കില്ല, അകത്ത് നടുമുറ്റത്തൊരു കുഴിയെടുക്കും. അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്ക്. അല്ലേ, ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു. അവനവന്റെ നിലയും വിലയും മറന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടുമുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത്? സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ? ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത്. അതൊക്കെ കണ്ട് അഴിഞ്ഞാട്ടക്കാരികൾ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ ആലഞ്ചേരിക്കാർക്ക് എന്താടാ ഒരു വില? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ? വേണ്ട, ഇക്കാര്യത്തിൽ നീ ആരുടെയും വക്കാലത്ത് വേണ്ട. തെറ്റുകാരൻ ഞങ്ങൾ രണ്ടുപേരുവാ. ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. വാടോ. ഒന്ന് നിന്നേ. എന്റെ ഭഗവാനെ, ഇത് എന്തിനുള്ള പുറപ്പാടാണോ? തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ വരേണ്ട കാര്യമുണ്ടായി. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും, തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും, എന്തും. ആ കാരണം ഒരു വരണം. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്താ വിശേഷം? എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശ. കൂടുതലൊന്നും അറിയണ്ട. ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു. നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം. അയ്യോ, പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും തമ്പ്രാക്കന്മാരെ? പെരുവഴിയിലേക്ക്. കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം. ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കൊള്ളാം. കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നല്ലേ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഞാനൊന്ന് എന്താ മക്കളെ ഇത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി. നിന്റെ മുഖം പോലും കാണരുത് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഒരാഗ്രഹം കൂടി സാധിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം കേൾക്കണം, അതും ഈ നാവുകൊണ്ട്. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ? പണ്ട് 25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. തമ്പുരാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാനിടയില്ല. അന്ന് ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ ആ രാഗം. ഇത്ര വേഗം മറന്നോ കാർത്തൂനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ. കാർത്തൂന്റെ മോളാ ഞാൻ. തമ്പുരാൻ എന്നെ ഇറക്കി വിടണോ? ഇറക്കി വിട്ടോ. അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയല്ലോ പഴയ കഥകള്. അതിനുവേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വടക്കേപ്പറമ്പിലെ ആ വാടക വീട്ടിൽ തന്നെ താമസിക്കാൻ പോവാ. തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ.
ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം പാടുവോ? അച്ഛാ, കാർത്തൂന്റെ മോളാ ഞാൻ. അച്ഛാ, അല്ല എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ല, നല്ല സുഖം തോന്നണില്ല. ഞാൻ കുറച്ച് കഷായം എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, താനേ മാറിക്കോളും. കുരുക്കളെ, 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 എന്താടാ? ആ പെണ്ണിനോട് വീട് ഞാൻ പറഞ്ഞിട്ട് ഓൾ ഒയ്യുന്നില്ല. നീയാണ് ഇതിനൊക്കെ കാരണം. അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതും ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കണില്ല. ഓള് കേൾക്കണമില്ല. ആരിറക്കി വിട്ടാലും പോണ പ്രശ്നമില്ല എന്നാ പറഞ്ഞേ. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലതൊന്നും അറിയണമല്ലോ. നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ് പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം. തമ്പ്രാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ലെന്നറിയാം. പിടിച്ചു പുറത്താക്കണവളെ. തൊട്ടുപോറ് തന്നെ. പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പ്രാക്കന്മാരുടെയും തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട. എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്. അവിടുന്ന് പറയട്ടെ, എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പ്രാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാമെന്ന് കരുതണ്ട. വാടാ. അല്ല, ഗുരുക്കളല്ലേ വരുന്നത്? എന്താ ചന്തപ്പാ? താൻ ആ പെണ്ണിനോട് വടക്കേ പറമ്പിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞോ? അത് പറയേ. താൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ എന്തിനു വേണ്ടി? എനിക്കറിയണം എന്താലോചിച്ചിട്ടാ താനെ തീരുമാനം പറഞ്ഞതെന്ന്. തനിക്കിത് എന്ത് പറ്റിയിടോ? ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത്. കാരണങ്ങളൊന്നും എനിക്കറിയണ്ട. പക്ഷെ താനും ഓർത്തോ, എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പൊ താനത് മറന്നു അല്ലേ? സന്തോഷമായിടോ. വാടാ പോവാം. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. മക്കളെ, വാടാ. ഇതിനായിരുന്നോ രാവിലെ മുതൽ ഈ ഇരിപ്പിരുന്നത്? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കേണ്ടിരിക്കുക. ജയക്കുട്ടിയോ? ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോൾ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ച് വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കൾ ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല. തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് വിചാരിക്കരുത്. അല്ല, എന്നെപ്പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ, താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്ക് അതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്നറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. പുര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ?
തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാർ പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കണ ഈ നെറുകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശം കണ്ടുവരുത്. നമസ്കാരം. കുരുക്കൾ മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്റർക്ക് അത്യാവശ്യം നാട്ടുമരുന്ന് അറിയാവുന്നത് കൊണ്ട് അതൊരു രക്ഷയായി അല്ലേ? താൻ എന്ത് പോക്കാടും അവിടെ നിന്ന് ഇറങ്ങി പോന്നത്? നിക്ക ഞാൻ പറയുന്ന ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും, പ്രത്യേകിച്ചും തന്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്? അതിലൊന്ന് സ്വൈരക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. ആ, കാർത്തൂരെ ഓർമ്മയില്ലേ തനിക്ക്? കാർത്തു, താൻ എന്തൊക്കെയായി പറയുന്നേ? ഒക്കെ പറയാം, ഇവിടെ വെച്ചല്ല. താൻ വരിക.